എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. അനുഗ്രഹങ്ങളിൽ നമ്മെ നന്മയിലേക്ക് നയിക്കുന്നതുണ്ട്, തിന്മയിലേക്ക് എത്തിക്കുന്നതുമുണ്ട്. നമുക്ക് അള്ളാഹു ചെയ്ത സൗകര്യങ്ങളിൽ നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമുണ്ട്, നരകത്തിലേക്ക് പോവാൻ കാരണമാകുന്നതുമുണ്ട്. അങ്ങനെ ഒരു മഹത്തായ വലിയ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവ് എന്നുള്ള ഒരു അവയവം. നമ്മൾ പരസ്പരം ആശയവിനിമയത്തിന്, നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവം കൂടിയാണ് നാവ്. നാവിനെക്കുറിച്ച് ഹദീസുകളിലും പരിശുദ്ധ ഖുർആനിലുമൊക്കെ ധാരാളം പരാമർശങ്ങൾ കാണാൻ സാധിക്കും. നാവിനെ സൂക്ഷിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അവയവം അത് നിങ്ങളുടെ നാവാണ് എന്ന് പറയുന്നുണ്ട്. നാവിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞെടുത്താണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ നാവ് ശ്രദ്ധിക്കുക, അത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടിടും എന്ന് പറയുന്നുണ്ട്. തന്നെയുമല്ല, നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ നാവ് കൊണ്ട് നരകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യന്മാർ പല തെറ്റുകളൊക്കെ നമ്മിൽ നിന്ന് വന്നേക്കാം. പക്ഷെ ആ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. എന്നാൽ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുണ്ട്, പ്രത്യേകിച്ചും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഒരുപക്ഷെ അള്ളാഹു പുറത്തുതരില്ല എന്ന് പറയുന്നത്. അത് അള്ളാഹ്ക്ക് പുറത്തുതരാൻ സാധിക്കില്ല. മറിച്ച് ആരെയാണോ നമ്മൾ നോവിച്ചത് അദ്ദേഹമാണ് അത് പുറത്തു തരേണ്ടത്. നബിയുടെ ഹദീസിൽ കാണാം, മനിൽ മുഫ്ലിസ് അതദ്റൂന മനിൽ മുഫ്ലിസ്. നിങ്ങൾക്കറിയോ ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബികൾ പറയുന്നുണ്ട്, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പരൻ, ഒന്നുമില്ലാത്തവൻ, പൈസ ഇല്ലാത്തവൻ, കാശില്ലാത്തവനാണ് എന്ന് സഹാബികൾ പറയുമ്പോൾ, അല്ല, അന്ത്യനാളിലൊരു മുഫ്ലിസ് ഉണ്ട്, അവൻ്റെ അടുത്ത് കുറേ നന്മകളുണ്ടായിട്ടാണ് അവൻ വരിക. പക്ഷേ വിചാരണ കഴിയുമ്പോൾ അവൻ നരകത്തിലായിരിക്കും. അതെങ്ങനെയാണ്? നന്മകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവൻ അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ് അവൻ ആരെയൊക്കെയാണോ ഉപദ്രവിച്ചത് അവരൊക്കെയും ഹാജരാക്കപ്പെടുകയും അവർ ഇവൻ്റെ നന്മകൾ അവർക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ നന്മ തീർന്നു പോയാൽ അവരുടെ നന്മകൾ, ആരെയാണ് അവന് ഉപദ്രവിച്ച് അവരുടെ തിന്മകൾ ഇവൻ്റെ മേൽ ചാർത്തുകയും ചെയ്യും. അങ്ങനെ കുറേ നന്മകൾ ചെയ്തു വന്ന ഇവന് തിന്മകൾ മാത്രമായി നരകത്തിലേക്ക് പോവേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാപ്പരനെക്കുറിച്ച്, പരലോകത്തെ പാപ്പരനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാവ് എന്നുള്ളത് അത്രയും അപകടം പിടിച്ച ഒരു അനുഗ്രഹമാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിലും പലയിടത്തും ലിസാനിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം നാവിനെക്കുറിച്ച് നല്ല പോസിറ്റീവായി എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നും പറയുന്നുണ്ട്. ലിസാനുൻ ദാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവ് എന്ന് ഹദീസിൽ പ്രയോഗമുണ്ട്. ദുനിയാവിൽ ഏറ്റവും വലിയൊരു സമ്പത്ത് അതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ദിക്ർ ചൊല്ലുന്ന നാവ്. നബിയുടെ ഹദീസിൽ കാണാം, നിങ്ങൾ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നാവ് ഉപയോഗിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്തത് നല്ലത് മാത്രമാവണം എന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടാവണം. മറ്റുള്ളവരെ അതുകൊണ്ട് ഹേർട്ട് ചെയ്യുകയില്ല അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുകയില്ല
എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന പറയുന്നത്. ഇപ്പോൾ ലിസാനുൻ ദാക്കിർ എന്ന് പറഞ്ഞാൽ ദിക്ർ ചൊല്ലുന്ന മനസ്സ് എന്നാണ്. ദിക്ർ ചൊല്ലുന്ന മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇങ്ങനെ ദിക്ർ ചൊല്ലി നടക്കാമെന്ന് മാത്രമല്ല. ദിക്ർ ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകൾ ചൊല്ലുക. നമസ്കാര ശേഷം അല്ലാത്ത സമയത്തുങ്ങൾക്ക് പ്രാർത്ഥനകളുണ്ട്. എണീക്കുന്ന സമയത്ത്, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഓരോ സമയത്തും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ലത് പറയുക എന്നുള്ളതും ദിക്റാണ്. നല്ലത് പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. നിങ്ങൾ നല്ലത് പറയുകയാണെങ്കിൽ, അള്ളാഹിനെക്കുറിച്ചും മനുഷ്യന്മാരെക്കുറിച്ചൊക്കെ നല്ലത് പറയുകയാണെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ദറജ വർദ്ധിപ്പിക്കുമെന്നാണ്, നിങ്ങളുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്നൽ അബ്ദല യതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹി യർഫഉഹു അല്ലാഹു ബിഹാ ദറജാത്ത്. അള്ളാഹിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തിയെക്കുറിച്ച് നല്ലത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദറജകൾ അള്ളാഹു ഉയർത്തിത്തരുന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ച് പറയുക എന്നുള്ളത് തന്നെ നമുക്ക് അമ്മാ ബി നിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്ന, അള്ളാഹിൻ്റെ നിഅ്മത്തുകളെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞാൽ എനിക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടാവും. ജീവിതത്തിൽ അല്പം പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വലിയ കാര്യങ്ങളൊക്കെയും വരും. അങ്ങനെ വരുന്ന സമയത്ത് അതൊക്കെ എൻ്റെ നന്മ കൊണ്ടാണ്, എൻ്റെ അധ്വാനം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ പുറത്തുനിന്ന് ആളുകൾ നമ്മളെ ആ രൂപത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുമോ, നീ ഇന്നത് ചെയ്തുകൊണ്ടാണ് ഇന്നത് കിട്ടിയത്, നന്നായി പഠിച്ചുകൊണ്ടാണ് നിനക്ക് നല്ല ജോലി കിട്ടിയത്, നിനക്ക് നന്നായി അധ്വാനിച്ചത് കൊണ്ടാണ് നിനക്ക് നല്ല കാറ് കിട്ടിയത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പുറത്തുനിന്നുള്ള ആളുകൾ നമ്മോട് പറയും. അപ്പോൾ നമ്മളും വിചാരിക്കും ആ ശരിയാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ വിചാരിച്ചു പോയാൽ അത് നമ്മൾ പറഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്, അത് കിബറാണ്. എന്നാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കുക. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം ദുനിയാവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്ത ആളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ. ഒരു കഥയുണ്ട്, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം തൻ്റെ കൊട്ടാരത്തിൽ ആര് കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ ഒരാൾ പറയുന്നുണ്ട്, താങ്കളുടെ ഇമ വെട്ടുന്നതിന് മുമ്പ്, കണ്ണടക്കുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തിക്കാം. അങ്ങനെ നിമിഷ നേരം കൊണ്ട് എത്തിച്ചു. അപ്പോൾ സുലൈമാൻ നബിക്ക് പറയാമായിരുന്നു, എൻ്റെ അനുയായി ഉഷാറാണ്, അല്ലെങ്കിൽ എൻ്റെ അധികാരം എന്നുള്ളത് അതുകൊണ്ടാണല്ലോ അങ്ങനെ സാധിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് മേനി നടിക്കാമായിരുന്നു. സുലൈമാൻ നബി പറയുന്നത് ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ ഫദ്ലാണെന്നാണ് പറഞ്ഞത്. അതാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന, ആ സമയത്ത് അള്ളാഹുവിനെ പരാമർശിക്കുന്ന നാവുകൾ. നമുക്ക് ദുനിയാവിലൊക്കെ പലതും ഇങ്ങനെ വരുമ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് സാധിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ആ നാവാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്ന നാവ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ നല്ലത് മാത്രം പറയാൻ, അള്ളാഹുവിനെ ഓർക്കുന്ന ലിസാനുദ്ദാക്കിർ എന്ന രൂപത്തിലുള്ള ലിസാനാവാൻ, നാവാൻ നമ്മൾ നമ്മുടെ നാവിനെ പരിശീലിപ്പിക്കണം. അർത്ഥത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കേണ്ടതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും.